ദൈവത്തിൻ്റെ മഹത്വം കരയേറ്റുന്നു. ഈ ശബ്ദവാഹിനികളുടെ ശ്രവണ പരിധിയിൽ ഞങ്ങളെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ദേശനിവാസികൾക്കും വേഗം വരാമെന്നുള്ളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. പ്രശ്നങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്തിൽ മനുഷ്യൻ സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സമാധാനം അന്വേഷിക്കുന്ന സമൂഹത്തിന്റെ മധ്യേ കടന്നു വന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശമാകുന്ന സുവിശേഷങ്ങളുമായി അല്പനിമിഷം പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനായി നിങ്ങളുടെ വിലപ്പെട്ട അല്പം ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം മനുഷ്യ സമൂഹത്തെ മുച്ചോട് മുടിച്ചുകൊണ്ടിരിക്കുന്ന മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്കും എതിരായുള്ള ഒരു ബോധവൽക്കരണ സന്ദേശയാത്രയായും ഈ തെരുവോരത്ത് കടന്നു വന്ന് നിങ്ങളുമായി സംബന്ധിക്കുവാൻ തക്കവണ്ണം ദൈവമിടയാക്കിയ നല്ല അവസരത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന്, അതിനെ മുൻപോട്ട് എങ്ങനെ നയിച്ച് മുൻപോട്ട് പോകുവാൻ കഴിയുമെന്നുമൊക്കെ വല്ലാതെ ഭാരപ്പെട്ട് ആയിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യയാണ് നമ്മളായിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല ഭവനങ്ങളിലും സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ട് മനുഷ്യൻ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ എങ്ങനെ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുൻപിൽ ഇങ്ങനെ വരച്ച് കാണിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടം. നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടം നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമ്മളുടെ സമൂഹം എല്ലാ മേഖലകളിലും വളരെ ഔന്നത്യം പ്രാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിലും സാമൂഹിക ശാസ്ത്ര സാങ്കേതിക മേഖലയിലുമൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെയൊരു കവലപ്രസംഗം ഇവിടെ നടക്കുന്നത്. ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങളിൽ നടക്കുമ്പോൾ പലരും എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചോദ്യം ഞങ്ങളുടെ മുൻപിൽ ചോദിക്കാറുണ്ട്. ഈ 21-ാം നൂറ്റാണ്ടിലും ഇങ്ങനെയുള്ള കവലപ്രസംഗങ്ങൾക്ക് എന്താണ് പ്രസക്തി എന്നുള്ള ചോദ്യം പലപ്പോഴും ഞങ്ങൾ അഭിമുഖീകരിക്കാറുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടി ഈ സന്ദേശത്തിന്റെ അവസാനം ഞങ്ങൾ പറഞ്ഞ് ഈ സന്ദേശം ഇവിടെ പര്യവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. നമ്മളായിരിക്കുന്ന നമ്മൾ പാർക്കുന്ന മനോഹര ലോകം 5 വൻകരകൾ. 5 വൻകരകളിൽ മനുഷ്യൻ തന്റെ ആവാസം, തന്റെ വാസം ആരംഭിച്ച കാലഘട്ടം നമുക്കറിയാം. ഇന്നലത്തെ നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് നമ്മൾ പഠിച്ചാൽ വളരെ പ്രാചീന കാലഘട്ടത്തിൽ മനുഷ്യൻ തന്റെ വാസം ആരംഭിച്ചു. ആ ആരംഭകാലം മുതൽ ഇന്ന് 21-ാം നൂറ്റാണ്ട് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ കാലഘട്ടം വരെ മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ സമയങ്ങളും വളർച്ചയുടെ പാന്താവുകൾ ചവിട്ടിക്കയറിയ മനുഷ്യ സമൂഹത്തെ നമുക്ക് കാണുവാൻ തക്കവണ്ണമിടയാകും. അങ്ങനെ വളർച്ചയുടെ പാന്താവുകൾ ചവിട്ടിക്കയറുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഓരോ ദിവസം വളർച്ചയിലും ഉന്നമനത്തിലുമൊക്കെ കടന്നു പോകുവാൻ തക്കവണ്ണമിടയായി. അങ്ങനെ മുൻപോട്ട് പോകുന്ന ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്ന ഈ കൊച്ചു സംസ്ഥാനമാകുന്ന കേരളവും ലോകത്തിന്റെ വളർച്ചയോടൊപ്പം തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില നാളുകൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സംസ്ഥാനത്തേക്ക് എടുത്ത് പരിശോധിച്ചാൽ ലോക നിലവാരത്തിലുള്ള എല്ലാ ഫെസിലിറ്റികളും നമ്മുടെ ഇടയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കാളവണ്ടി യുഗത്തിൽ നിന്നും മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് മാറിയപ്പോൾ ആ കമ്പ്യൂട്ടർ യുഗത്തിൽ AI കാലഘട്ടത്തിൽ അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ മലയാളിയാകുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുന്നുണ്ട്.
അങ്ങനെ വളർച്ചയുടെ പാന്താവുകളൊക്കെ ഒത്തിരി ചവിട്ടിക്കയറി മുൻപോട്ട് പോകുന്ന മലയാളി സമൂഹത്തിന്റെ ഇടയിൽ ലോകത്തിൽ മലയാളികൾ എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളുന്ന ഒരു നല്ല അനുഭവം നമുക്ക് കാണുവാൻ കഴിയും. ലോകത്തിന്റെ ഏത് രാജ്യത്ത് കടന്നു ചെന്നാലും ഏതൊരു സമൂഹത്തിലും ഏതൊരു മേഖലയിലും ഒരു മലയാളിയെ കാണുവാൻ തക്കവണ്ണമിടയാവും. നമ്മൾ യാത്രകൾ ചെയ്ത് മറ്റു സംസ്ഥാനങ്ങളിലായിക്കോട്ടെ രാജ്യങ്ങളിലായിക്കോട്ടെ അവിടെ ചെന്ന് കാണുന്ന മലയാളികൾക്ക് പറയുവാൻ ഒന്നേ ഉള്ളൂ, മലയാളി ആയതിൽ ഞാൻ അഭിമാനിക്കുന്നു, മലയാളി ആയതിൽ നമ്മൾ അഭിമാനിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ എന്തുകൊണ്ട് അങ്ങനെ ഒരു അഭിമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്ക് പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഉപരിയായി ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. സാക്ഷരതയുടെ കാര്യത്തിൽ 100% സാക്ഷരതയുള്ള നമ്മുടെ കേരളം എന്ന് വേണ്ട മേഖലകൾ പലത് പരിശോധിച്ചാൽ അവിടെയെല്ലാം മാറ്റി നിർത്തുവാൻ കഴിയാത്തൊരു ശക്തിയായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ലോകരാജ്യത്തിന്റെ മുൻപിൽ നമ്മളൊരു അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചില നാളുകളായി ആ കാഴ്ചകൾക്കും ആ വാർത്തകൾക്കുമൊക്കെ അല്പം മങ്ങലേൽപ്പിച്ചുകൊണ്ട് നമ്മളുടെ സമൂഹം അഥവാ മലയാളി എന്ന് പറയുമ്പോൾ പലയിടത്തും അപമാനിതരായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മളുടെ കലാലയങ്ങളും നമ്മൾ യാത്രകൾക്ക് മദ്യത്തിനും മയക്കുമരുന്നിനും രാസലഹരികൾക്കുമൊക്കെ അടിമകളായി മാറിക്കൊണ്ട് അനേക യുവതലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മനുഷ്യനെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ച, സാഹോദര്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന കൊച്ചു കേരളത്തിൽ മനുഷ്യന്റെ സമൂഹങ്ങൾ അവർ മനുഷ്യ സ്നേഹികളായി തീരാതെ വണ്ണം മനുഷ്യരെ ദുഷിക്കുന്നവരായും സാമൂഹ്യ വിപത്തുകൾക്ക് ഉന്നമനം നടത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ സാമൂഹ്യ വിപത്തായി മാറുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ ഇതൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ കേൾക്കുവാൻ തക്കവണ്ണമിടയാകും. പണ്ടൊക്കെയായിരുന്നു പറയായിരുന്നു വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന്. എന്നാൽ മാതാപിതാക്കൾക്ക് ലഭ്യമാകാത്ത വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ ഇന്ന് തലമുറകൾ എത്തിപ്പിടിക്കുവാൻ തക്കവണ്ണമിടയായി. എന്നിട്ടും എന്തുകൊണ്ട് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം ഈ കാലഘട്ടങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു? പ്രിയരെ, നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും, ഇത് മനുഷ്യന്റെ അകത്തളത്തിൽ അവന്റെ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു ഈ പാപ സ്വഭാവം. മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും എത്ര ധനമുണ്ടെങ്കിലും എത്ര മാന്യത ഉണ്ടെങ്കിലും മനുഷ്യൻ മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് സുബോധം നഷ്ടപ്പെട്ടവനായി വാഴുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും പണമുള്ളവനും ഇല്ലാത്തവനും എല്ലാം ഒരുപോലെ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാക്ഷരത കേരളമേ, ഒരു കാര്യം ഞങ്ങൾ വിളിച്ചു ചോദിക്കട്ടെ, ഇങ്ങനെ പോയാൽ നമ്മുടെ ദേശത്തിന്റെ അന്തമെന്തായി തീരുവാൻ തക്കവണ്ണമിടയാകും. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഭാവി തലമുറയാകുന്ന നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരെല്ലാം വഴികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. കൂട്ടുകാരനെ കുത്തിക്കൊല്ലുന്ന സഹോദരൻ, അപ്പനെ തിരിച്ചറിയുവാൻ കഴിയാത്ത മക്കളെ തിരിച്ചറിയുവാൻ കഴിയാത്ത അപ്പനമ്മമാർ, ഇങ്ങനെ ഒരു സമൂഹം നമ്മുടെ മുൻപിൽ വളർന്നു വരുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ഇന്ന് പകലിൽ ഈ സന്ധ്യയുടെ യാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പറയുന്ന വിശുദ്ധ വേദപുസ്തകം ഈ കാലഘട്ടത്തെ വിവക്ഷിച്ച് പറയുന്ന ഒരു പദമുണ്ട്. ഇത് അന്ത്യകാലമാകുന്നു. ഇത് ദുർഘട സമയങ്ങളുള്ള മനുഷ്യൻ സസ്നേഹികളായി മാറുന്ന അപ്പന വലിയ കാലഘട്ടം നമ്മുടെ മുൻപിൽ ഉണ്ടാകുമെന്ന് ഇന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുൻപ് വിശുദ്ധ വേദപുസ്തകത്തിലെ ലിഖിതങ്ങളിൽ അതിന്റെ സൂക്തങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ അത് അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അധാർമികമാകുന്ന പ്രവൃത്തികളിലേക്ക് വീടുകൊണ്ടിരിക്കുമ്പോൾ ഇത് അവന്റെ സ്വഭാവത്തിൽ അണിഞ്ഞിരിക്കുന്ന പാവപ്രവൃത്തി എന്നറിഞ്ഞ് ഒരിക്കലും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയരെ, ഇങ്ങനെ ഈ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ ഇവിടെ ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് കഴിയുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അത് മിഥ്യാധാരണയാണെന്നുള്ള കാര്യം ആദ്യമേ നിങ്ങളോട് പറയട്ടെ. കാരണം നമ്മുടെ ഈ കാലഘട്ടം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദ്യാസമ്പന്നരാകുന്ന ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം ഡി എഡിഷൻ സെന്ററുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഏറ്റവും അധികം കുടുംബ കോടതികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ അരാജകത്വം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ കുടുംബ കോടതികളിൽ കേസുകൾ തീർക്കുക
തീർക്കുവാൻ കഴിയാതെ, ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് തീർക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വർദ്ധിച്ചു വരുന്നു? ഇതിനൊരു മാറ്റം എങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ പറയും, ഇതിന് മാറ്റം വരുത്തുവാൻ ലോകത്തിൽ കഴിവുള്ള ഒറ്റ സന്ദേശമേ ഉള്ളൂ. അതിന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പ്രഖ്യാപിക്കുന്നു. അത് സുവിശേഷം എന്ന സന്ദേശമാണ്. എന്താണ് സുവിശേഷത്തിന്റെ പ്രത്യേകത? സുവിശേഷം എന്നാൽ എന്താണ്? വിശുദ്ധ വേദപുസ്തക പ്രകാരം ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു എന്ന സന്ദേശം അത്ര സുവിശേഷം. യേശു ക്രിസ്തു എന്ന വ്യക്തി എത്ര സുവിശേഷം. അങ്ങനെയെങ്കിൽ എന്താണ് ഈ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകത? പ്രിയരെ, ഞങ്ങൾ പറയട്ടെ, ലോകത്തിൽ ഒട്ടനേക ഭക്തന്മാരുണ്ട്, ഒട്ടനേക വിശിഷ്ട വ്യക്തികൾ ജനിച്ചു മരിച്ചവരുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ മാറോട് ചേർത്ത് പിടിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 2000-ൽ പരം ആളുകൾ, അതിന്റെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചരിത്രത്തിൽ മാഞ്ഞുപോയ ആളുകളുണ്ട്. പക്ഷെ അവരെ ഒന്നും ഇങ്ങനെ തെരുക്കോടുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുവാൻ കഴിയത്തില്ല. അവർക്കൊക്കെ ഒത്തിരി ഗുണങ്ങൾ പറയുവാനുണ്ടെങ്കിലും അതുപോലെ തന്നെ ഒരു ന്യൂനവശം അവർക്കുള്ളത് കൊണ്ട് പൊതുസമൂഹത്തിന്റെ മധ്യേ അവരെ ഉയർത്തുവാൻ കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ പറയുന്ന യേശു ക്രിസ്തുവിനെ ഏത് പൊതുസമൂഹത്തിലും ഏത് തെരുക്കോടുകളിൽ നിന്നും ഉറക്കെ പ്രഖ്യാപിച്ച് ഉയർത്തുവാൻ കാരണം അവനിൽ യാതൊരു കളങ്കവും പറയാനില്ല, അവനിൽ യാതൊരു കുറ്റവും കാണാനില്ല. എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ല, നമ്മളെ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള ഈ അധാർമിക പ്രവർത്തികൾക്കും മദ്യത്തിനും മയക്കുമരുന്നിനും മനുഷ്യൻ അടിമകളായി ചെയ്യുന്ന ഒത്തിരി പ്രവർത്തനങ്ങൾക്കുമൊക്കെ അടിമകളായിരുന്ന ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ട്. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ നിന്നും ഞങ്ങൾക്കൊരു വിമോചനം തന്നത് നിങ്ങൾ ഇന്ന് കേൾക്കുന്ന ഡി അഡിക്ഷൻ സെന്ററുകളല്ല. ഇവിടുത്തെ പോലീസ് അധികാരികളെ കൊണ്ട് ചെയ്യുവാൻ കഴിയാത്ത ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. അതിനൊക്കെ അറുതി വരുത്തിയത് ഇന്ന് പകൽ ഞങ്ങൾ ഉയർത്തുന്ന സുവിശേഷം. അതുകൊണ്ട് ഞങ്ങൾ ദേശത്തോട് ലജ്ജ കൂടാതെ വിളിച്ചു പറയോ, സുവിശേഷത്തെ പറ്റി ഞങ്ങൾക്ക് ലജ്ജയില്ല. പ്രിയരെ, മാരകമാകുന്ന മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് തലമുറകൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ ഓർത്ത് ദുഃഖിച്ച് കരഞ്ഞിരിക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, ഒരു സ്നേഹത്തിന്റെ വാർത്ത, ഒരു ആശ്വാസ വാർത്ത, സുവിശേഷം എന്ന വാർത്ത ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ്. സുവിശേഷത്തിനല്ലാതെ ലോകത്തിൽ മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയത്തില്ല, മനുഷ്യന്റെ സ്വഭാവത്തിനെ മാറ്റുവാൻ കഴിയത്തില്ല. മൃഗതുല്യമാകുന്ന സ്വഭാവത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്മാരെ മനുഷ്യ സ്നേഹികളായി മാറ്റുവാൻ കഴിയുന്ന സുവിശേഷം അത്രേ. അതിന് സുവിശേഷത്തിനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയാ. ഒരു കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നല്ലൊരു തലമുറയായി തീരുവാൻ കഴിയാതെ, സഹോദരങ്ങൾക്ക് നല്ല സഹോദരന്മാരായി തീരുവാൻ കഴിയാത്തൊരു കാലഘട്ടം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോയപ്പോൾ ഇതിൽ നിന്നും ഒരു വിമോചനം നേടുവാൻ, ഇതിൽ നിന്നും ഒരു രക്ഷ നേടുവാൻ ഒത്തിരി വഴികളൊക്കെ ശ്രമിക്കുവാൻ തക്കവണ്ണമിടയായി. അവിടെയെല്ലാം പരാജയപ്പെട്ട അവസാനം ഞങ്ങൾക്ക് ഏക വഴി മരണമെന്ന് മാത്രം കണ്ട് മരിക്കുവാൻ വേണ്ടി ഒരു തുള്ളി വിഷത്തിലും ഒരു തുണ്ട് കയറിലും ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരു കാലയളവിൽ ഇതുപോലെയുള്ള കവലപ്രസംഗങ്ങൾ ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണമിടയായി. ഇതുപോലെയുള്ള കവലപ്രസംഗങ്ങൾ അന്നൊക്കെ കേൾക്കുമ്പോൾ ആ പ്രസംഗിക്കുന്ന ഉപദേശിക്ക് 2 അടി കൊടുത്താൽ കൊള്ളാം, അല്ലെങ്കിൽ ഇവന്മാർക്ക് വേറെ പണിയില്ലെന്നൊക്കെയുള്ള ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വരുവാൻ തക്കവണ്ണമിടയായി. ജീവിതം തകർന്ന് തരിപ്പണമായി മരണത്തെ മാത്രം കാത്തിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചിന്ത ഞങ്ങളെ വല്ലാതെ പിടിക്കുവാൻ തക്കവണ്ണമിടയായി. എന്നാൽ ഒരു ദിവസം ഇങ്ങനെയുള്ള പ്രസംഗങ്ങളിലൂടെ കേട്ട് സുവിശേഷം ഞങ്ങളെ തേടിയെത്തുവാൻ തക്കവണ്ണമിടയായി. യേശുവിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തുവാൻ ഇടയായി. ഞങ്ങളുടെ മനസ്സിനെ മാറ്റുവാൻ കഴിയത്തില്ലെന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു. ഞങ്ങൾ ഒരിക്കൽ മാറുകയില്ലെന്ന് ഞങ്ങളുടെ കൂട്ടുകാരും ചുറ്റുപാടുമുള്ളവർ പറഞ്ഞു. കാരണം അവരുടെ സ്വസ്ഥതയെ നശിപ്പിക്കുന്നത് ഞങ്ങൾക്കൊരു ഹരമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അവരെ സ്നേഹിക്കുവാൻ, അവരോട് കൂടെ സന്തോഷിക്കുവാൻ വേണ്ടി കഴിയാതിരുന്നപ്പോൾ ഞങ്ങളുടെ ജീവിതം നശിച്ച് സമൂഹത്തിൽ ഒരു വിലയുമില്ലാതെ മരണം മാത്രം കാത്തുകിടന്ന ഞങ്ങൾക്ക് ജീവിക്കുവാനോ മനുഷ്യരെ സ്നേഹിക്കുവാനോ മനുഷ്യരോട് കൂടെ വസിക്കുവാനും ഒക്കെ പ്രാപ്തന്മാരാക്കി മാറ്റിയത് യേശുക്രിസ്തു എന്ന സുവിശേഷം അത്രേ, യേശുക്രിസ്തു എന്ന സന്ദേശം അത്രേ. പ്രിയരെ, ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, മദ്യത്തിനും മയക്കുമരുന്നിനോ മറ്റ് രാസലഹരിക്കുമൊക്കെ അടിമകളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദുഃഖിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാൻ ഒരു സന്ദേശമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് പരിവർത്തനം വരുത്തുവാൻ, നിങ്ങളുടെ കുടുംബത്തിന് രക്ഷ വരുവാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി മാത്രമേ ലോകത്തിലുള്ളൂ. ഇന്ന് പകൽ ഞാൻ ഒരുമിച്ച് പറയട്ടെ, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ
യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കേൾക്കുക ദേശമേ, ഈ സമാധാനത്തിനുള്ള സന്ദേശം നിങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിന് രക്ഷ വരുവാൻ തക്കവണ്ണം ഇടയാകും. ലോകത്തെ മുടിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ലോകത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ ക്യാൻസറിൽ നിന്നും വിടുവിക്കുവാൻ ഡി അഡിക്ഷൻ സെന്ററുകൾക്ക് കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററുകൾ തള്ളിക്കളഞ്ഞ ചിലതിനെ തേടി യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഇന്ന് പകൽ ഈ ദേശത്തിൽ കൂടെ സഞ്ചരിക്കുക. മദ്യപാനത്തിന്റെ അനുഭവത്തിലൂടെ കുടുംബങ്ങൾ തകർന്ന അനേകർ, മരണം മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അനേകരുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നെ സ്നേഹിക്കുവാൻ ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നുള്ള ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടി ഒരു തുണ്ട് കയറിൽ എന്റെ ജീവിതം അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് പറയുകയാ. ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹം അത് നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ആ സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ വന്ന് നിങ്ങൾ രക്ഷിത ഗണത്തിന്റെ അകത്തിൽപ്പെടുമെന്ന് ഇന്ന് പകൽ ഞങ്ങൾ ഓർപ്പിക്കട്ടെ. ആ രക്ഷ എങ്ങനെ കരകരമാക്കുവാൻ തക്കവണ്ണം ഇടയാകും. പ്രിയരെ, യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ നിങ്ങൾക്ക് കരകരമാക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിയരെ പറയട്ടെ, നിങ്ങൾ അരക്കാതം നടക്കണ്ട, അരക്കാശ് കൊടുക്കണ്ട. നിങ്ങളായിരിക്കുന്ന ദേശത്ത്, നിങ്ങളായിരിക്കുന്ന സമൂഹത്തിൽ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ഏതുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ഏത് ജാതിക്കാരനോ മതക്കാരനോ വർഗക്കാരനോ വർണ്ണക്കാരനോ ആയിക്കൊള്ളട്ടെ, ഇന്ന് പകൽക്കാലം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സമാധാനത്തിനും സന്തോഷത്തിനും വേണ്ടി മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിച്ച് ജീവിതം തകർന്ന് തരിപ്പണമായ വ്യക്തിയായിരിക്കാം നിങ്ങൾ. എന്നെ വിടുവിക്കുവാൻ ആർക്ക് കഴിയും? എന്നെ രക്ഷിക്കുവാൻ ആർക്ക് കഴിയും എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുൻപിൽ ഉയരുന്നുവെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് രക്ഷയുണ്ടാകുവാൻ തക്കവണ്ണം ഇടയാകും. ആ രക്ഷ നിങ്ങൾക്ക് കരഗതമാക്കുവാൻ പ്രിയരെ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങളുടെ ഹൃദയം യേശു ക്രിസ്തുവിന് വേണ്ടി കൊടുക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നു. അവൻ നിങ്ങളുടെ ഹൃദയവാതുക്കൾ നിന്ന് മുട്ടുകയാ. നിങ്ങൾ ഇന്ന് യേശു ക്രിസ്തുവിന് വേണ്ടി ഹൃദയത്തെ കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ രക്ഷയുടെ പകലെന്ന് ഇന്ന് പകൽ ഞങ്ങൾ പറയട്ടെ. പ്രിയരെ, ഇത് ഞങ്ങൾ വിളിച്ചു പറയുമ്പോൾ ഇത് ഞങ്ങൾ ആരുടെയെങ്കിലും കഥകൾ കേട്ട് അല്ലെങ്കിൽ സാക്ഷ്യങ്ങൾ കേട്ട് പറയുന്നതല്ല. ഞങ്ങൾ പറയുന്നത് കെട്ടുകഥകളോ അമ്മൂമ്മ കഥകളോ അല്ല. ഞങ്ങൾ സാക്ഷികളത്ര, ജീവിക്കുന്ന സാക്ഷികളാ. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ നിങ്ങളിൽ പലരും അനുഭവിക്കുന്ന ഈ ജീവിതത്തിന്റെ പ്രയാസകരമാകുന്ന അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയ ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയാതിരുന്ന ലോകത്തിലെ ഇസവും പ്രത്യയശാസ്ത്രങ്ങളും ഇവിടുത്തെ സകലതും പരാജയപ്പെട്ടപ്പോൾ പരാജയപ്പെടാതെ ഇന്നും നിലനിൽക്കുന്ന യേശു ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ ജീവിക്കുവാനും ജീവിച്ച് മുൻപോട്ട് പോകുവാനും ഞങ്ങളെ സഹായിച്ച ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളെ കേൾക്കുന്ന മാന്യ സ്നേഹിത, ഇന്ന് നിങ്ങളുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നാൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാകും. ഈ ലോക സന്ദേശങ്ങളോടെ ഞങ്ങൾ പര്യവസാനിപ്പിക്കുമ്പോൾ മുൻപ് ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയോടെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുക. ഈ 21-ാം നൂറ്റാണ്ടിലും മനുഷ്യന്റെ മനസ്സിനെ മാറ്റുവാൻ കഴിയുന്ന ഒരൊറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ. അതത്ര സുവിശേഷത്തിന്റെ സന്ദേശം. ആ സന്ദേശം ഹൃദയത്തിൽ കടന്നു വന്നാൽ ഏത് മനുഷ്യനും അവൻ മനുഷ്യനെ സ്നേഹിക്കുന്നവനായി മാറുവാൻ തക്കവണ്ണം ഇടയാകും. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ ചില നൂറ്റാണ്ടുകൾക്ക് മുൻപ് സുവിശേഷത്തിന്റെ പ്രതീകമായി മിഷണറിമാർ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഒരു വെള്ളക്കാരൻ സായിപ്പ് ആ സമൂഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവനിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു നീഗ്രോയാകുന്ന ഒരു കറുത്ത മനുഷ്യൻ ഒരു മരത്തിന്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ഒരു കറുത്ത പുസ്തകം വായിക്കുന്നു. ഈ കാഴ്ച കണ്ട ഈ വെള്ളക്കാരൻ ഓടിച്ചെന്ന മനുഷ്യനോട് ചോദിച്ചു, നീ ഈ വെഡ്ഡികളുടെ പുസ്തകം വായിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായി. അവനുള്ള ഒരു ധാർഷ്ട്യത്തോടുകൂടിയാണ് ആ സായിപ്പ്, ആ വെള്ളക്കാരൻ ഈ കറുത്ത മനുഷ്യനോട് ഈ ചോദ്യം ചോദിച്ചത്. ആ മനുഷ്യനൊന്നും മിണ്ടിയില്ല. അവനൊരു മൗനം ഭജിച്ചുകൊണ്ട് ഈ വെള്ളക്കാരനെ വിളിച്ചുകൊണ്ട് കുറച്ച് ദൂരത്തേക്ക് പോകുവാൻ തക്കവണ്ണം ഇടയായി. ദൂരെ ചെന്ന് ഒരു വലിയ കുഴി കാണിക്കുവാൻ തക്കവണ്ണം ഇടയായി. ഈ വെള്ളക്കാരൻ മനുഷ്യൻ ആ കുഴിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഒത്തിരി അസ്ഥിക്കൂമ്പാരങ്ങളും തലയോട്ടുകളും നിറഞ്ഞൊരു വലിയ കുഴിയാണ്. ഈ കാഴ്ച കണ്ട് ഈ മനുഷ്യൻ ഭയപ്പെട്ടുപോയി. ഭയപ്പെട്ട് നിൽക്കുന്ന ഈ മനുഷ്യനോട് ഈ നീഗ്രോയാകുന്ന കർത്തവർഗക്കാരനാകുന്ന മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദര, ചില നിമിഷങ്ങൾക്ക് മുൻപ് നീ എന്നോട് ചോദിച്ചില്ലേ, നീ എന്തിനാ ഈ വിഡ്ഢികളുടെ പുസ്തകം വായിക്കുന്നത്? ഈ പുസ്തകമില്ലായിരുന്നുവെങ്കിൽ
ഈ തലയോട്ടുകളുടെ ഒന്നായി, ഈ അസ്ഥിക്കൂമ്പാരങ്ങളിൽ ഒരുത്തനായി നീ മാറിയേനെ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ തിന്നുന്നവരായിരുന്നു, നരഭോജികളായിരുന്നു. ഞങ്ങളെ നരസ്നേഹികളാക്കി മാറ്റിയ പുസ്തകമാണ് സുവിശേഷത്തിന്റെ സത്യവേദ പുസ്തകം, അഥവാ അതിലെ പ്രതിപാദ്യ പുരുഷനാകുന്ന യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ, ആ യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നരഭോജികളായി മാറിയനും. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റുവാൻ കഴിയുന്നത് ഇവിടുത്തെ ഇസത്തിനോ പ്രത്യയശാസ്ത്രത്തിനോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിനോ ഒന്നും മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ സ്വഭാവത്തിന് മാറ്റം വരുത്തുവാൻ കഴിയുന്നത് യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. പ്രിയരെ, നൂറ്റാണ്ടിലും ഈ 5Gയുടെ 6Gയുടെ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള തെരുപ്രസംഗങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ ദേശത്തോട് ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു പറയാം, നിങ്ങളുടെ തീർന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ ലോകത്തിൽ ആരുമില്ലെന്ന് കരുതി മരണത്തെ മാത്രം കാത്തിരിക്കുന്ന പ്രിയരെ, ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ വിളിച്ചു പറയാം, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക സത്യ നിത്യനാമമാകുന്ന യേശു ക്രിസ്തുവിങ്കലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ലഘു സന്ദേശം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ യേശു ക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുത്താൽ ഇന്ന് നിങ്ങളുടെ ഭവനത്തിന് രക്ഷയുണ്ടാകുമെന്നുള്ള സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇത്രത്തോളം സമയം ഈ ശബ്ദവാഹിനിയുടെ ശ്രവണ പരിധിയിൽ ഞങ്ങളെ ശ്രമിച്ച എല്ലാ നല്ലവരാകുന്ന ദേശനിവാസികളുമുള്ള നന്ദി അറിയിക്കുന്ന ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.